SSAG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ KTETൻ്റെ ഒരു മെഗാ മോക്ക് ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. KTET സൈക്കോളജിയുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 100ഓളം ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് സ്പീഡാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആൻസർ പറഞ്ഞു നോക്കുക. ശേഷം വീണ്ടും പ്ലേ ചെയ്തിട്ട് ആൻസർ ഏതാണെന്ന് കേട്ടാൽ മതിയായിരിക്കും. അതായത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കൂടുതൽ ടൈം ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ KTET എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക, എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതും അറിയിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഈ ഓരോ ക്വസ്റ്റ്യൻ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇനിയും ഇതിൽ ചെയ്യാത്ത കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീണ്ടും ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ പെയ്ഡ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 15 ഡേയ്സ് ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. 4ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറായ ഫെമിനി ടീച്ചർ കുട്ടികളോടായി പറഞ്ഞു, നിങ്ങൾ ഒരു പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും ക്ലാസ് ലീഡർ പദവിയിലേക്ക് നിർദ്ദേശിക്കുക. ഓരോ ആഴ്ചയും ലീഡർ പദവിയിലുള്ളവരെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഏതിന് ഉദാഹരണമാണ്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ലിംഗസമത്വമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ എലമെൻ്ററി തലത്തിൽ പഠിതാക്കളെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ സമീപനം. ഓപ്ഷൻ ഇ സംരചന മൂല്യനിർണ്ണയം, ഓപ്ഷൻ ബി ആത്യന്തിക മൂല്യനിർണ്ണയം, ഓപ്ഷൻ സി നിരന്തര മൂല്യനിർണ്ണയം, ഓപ്ഷൻ ഡി നിരന്തരവും സമഗ്രവുമായ തുല്യനിർണ്ണയം. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. നെക്സ്റ്റ്, ജെറോമസ് ബ്രൂണറുടെ വാക്കുകൾ പ്രകാരം വൈജ്ഞാനിക വികാസത്തിൻ്റെ ഭാഗമായി കുട്ടികളിൽ ആശയരൂപീകരണം നടക്കുന്നത് 3 ഘട്ടങ്ങളിലാണ്. ഓക്കെ, അപ്പം 2 ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്, പ്രവർത്തന ഘട്ടം, വിമ്മന ഘട്ടം. 3ാമത്തെ ഘട്ടം ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്, പ്രതിരൂപാത്മക ഘട്ടമാണ്. ഓപ്ഷൻ എ പ്രതിരൂപാത്മക ഘട്ടമാണ് 3ാമത്തെ ഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകം അല്ലാത്തത് ഏത്? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ സി ആണ്, നല്ല കൈയക്ഷരം എന്നുള്ളതാണ്. നെക്സ്റ്റ്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ലഭ്യമാക്കേണ്ടത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, ജനറൽ സ്കൂളിലെ മറ്റു കുട്ടികളോടൊപ്പം ജനറൽ അധ്യാപകരെയും സ്പെഷ്യൽ അധ്യാപകരെയും ഉപയോഗിച്ച് എന്നുള്ളതാണ്. നെക്സ്റ്റ്, വീരു എന്ന 6ാം ക്ലാസ്സുകാരൻ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലും കെട്ടിടങ്ങളുടെ മാതൃക ഉണ്ടാക്കുന്നതിലും അതീവ പ്രാഗൽഭ്യം പ്രകടിപ്പിക്കുന്നു. ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയുടെ വിവിധ രീതികൾ അനുസരിച്ച് ഏത് തരം ബുദ്ധിയാണ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, ദൃശ്യ സ്ഥലപര ബുദ്ധിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ദൃശ്യ സ്ഥലപര ബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പ്രതിഭാധനരായ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏത്? ഓപ്ഷൻ സി ആണ്, പാഠപുസ്തകത്തിലെ മലയാളം പദ്യത്തിന് നാടകീകരണം നടത്തി സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ചലനത്തെ നിയന്ത്രിക്കുന്നത്? നമ്മുടെ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ചലനത്തെ നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, സെറിബെല്ലമാണ്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി ആണ്, സെറിബെല്ലമാണ്. നെക്സ്റ്റ്, നാം യഥാർത്ഥത്തിൽ ഭാഷ പഠിക്കുകയല്ല, ഭാഷ വ്യാകരണം മനസ്സിൽ വളരുകയാണ്. അതാണ് സാർവലൗകിക ഭാഷാ വ്യാകരണം എന്ന് സൂചിപ്പിച്ചത് ആര്? ഓപ്ഷൻ സി നോം ചോംസ്കി ആണ്. ഓപ്ഷൻ സി നോം ചോംസ്കി. നെക്സ്റ്റ്, സ്മാൻ പഠിക്കാൻ മിടുക്കനാണ്. ഗണിതത്തിലെ 4x10 എന്നതിൻ്റെ ഉത്തരം 40 ആണെന്ന് അവന് പെട്ടെന്ന് പറയും. എന്നാൽ ഒരു ബോൾ പേനയുടെ വില 10 രൂപയായാൽ അതുപോലുള്ള 4 പേനയുടെ വില എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ അവന് കഴിയുന്നില്ല. കാരണം എന്താകാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുന്ന രീതി വിശകലന വിധേയമാക്കുന്നില്ല എന്നുള്ളതാണ് കറക്റ്റ്. പ്രതീക്ഷിച്ച ജോലി ലഭിക്കാത്ത മനു തൻ്റെ മാനസിക സംഘർഷം മറച്ചുവെക്കാനായി ആ ജോലിയുടെ ഭാരിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും വാചാലനാകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രതിരോധ തന്ത്രം ഏത്? ഓപ്ഷൻ സി ആണ്, റാഷണലൈസേഷൻ ആണ്, അഥവാ യുക്തീകരണം എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, അയാൻ എന്ന കുട്ടി ശിക്ഷയെ ഭയന്നാണ് അനുസരണ കാണിക്കുന്നത്. മുതിർന്നവരെയും രക്ഷിതാക്കളെയും ബഹുമാനിക്കണം എന്ന മൂല്യബോധമൊന്നും കുട്ടിയുടെ മനസ്സിലില്ല. കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടിയുള്ളത്? ഓപ്ഷൻ എ ആണ്, പൂർവ്വ യാഥാസ്ഥിക ഘട്ടം അഥവാ പ്രീ കൺവെൻഷണൽ ലെവലാണ്. ഒരു കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹ്യ ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്ന് കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന തന്ത്രം ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്, സോഷ്യോമെട്രിയാണ്.
ഓപ്ഷൻ സി സോഷ്യോമെട്രി. The following is not an assumption on lifespan perspective on development. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഡെവലപ്മെന്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ്. ഡെവലപ്മെന്റ് ഈസ് യൂണി ഡയറക്ഷണൽ എന്നുള്ളതാണ്. ഏതാണ്? ഡെവലപ്മെന്റ് ഈസ് യൂണി ഡയറക്ഷണൽ എന്നുള്ളതാണ് കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, NCF 2005 suggests teaching learning process to be as. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ, ടീച്ചിങ് ഈസ് എ പ്രോസസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ആണ്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഇറ്റ് ഡയറക്ട്സ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ഏജ് 6 to 18 എന്നുള്ളതാണ്. Next question, an intelligence test is conducted for two students A and B having 10 years old. The mental age of A is found to be 10 and that of B is 14. From this one can arrive at the conclusion. ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. IQ level of B is greater than that of A. Next question, which type of class leadership is best in classroom management? ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ഡെമോക്രാറ്റിക് ആണ്. ഇതൊക്കെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, വിച്ച് തിയറി ഓഫ് പേഴ്സണാലിറ്റി വാസ് ഡെവലപ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എ ആണ്. സൈക്കോ അനലിറ്റിക് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നെക്സ്റ്റ്, സൈക്കോ സോഷ്യൽ ലേണിംഗ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഏതാണ്? ഇതും മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ബി എറിക് എച്ച് എറിക്സൺ ആണ്. അതുപോലെ ദ സൈക്കോളജിസ്റ്റ് ഹു എക്സ്പ്ലെയിൻ ദ നോളജ് development as a process of equilibrium using two main concepts assimilation and accommodation. ആരാണ് വരുന്നത്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ജീൻ പിയാഷെ ആണ്. നെക്സ്റ്റ്, it is common among adolescents to starve themselves in pursuit of getting slim body. Okay, this eating disorder ഏതാണ്? അത് അനോറെക്സിയ നെർവോസിയ ആണ്. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ലേണിംഗ് പ്രോസസ് ഇൻവോൾവ്സ് 3 stages. ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ അനോറെക്സിയ നെർവോസ തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി അനോറെക്സിയ നെർവോസയാണ്. നെക്സ്റ്റ്, ഇതും നമ്മുടെ അക്കാഡമിയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ലേണിംഗ് പ്രോസസ് ഇൻവോൾവ്സ് 3 stages: an active stage, iconic stage, symbolic stage. This concept was introduced by ആരാണ്? ഓപ്ഷൻ എ ജെറോമസ് ബ്രൂണർ ആണ്. ക്വസ്റ്റ്യൻ, ടീച്ചിങ് ത്രൂ ഇൻഡക്റ്റീവ് മെത്തേഡ് ഏതാണ് വരുന്നത്? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന ടീച്ചിങ് ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്. ഫ്രം സ്പെസിഫിക് ടു ജനറൽ എന്നുള്ളതാണ്. ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ഓപ്ഷൻ ഡി ആണ്. ഫ്രം സ്പെസിഫിക് ടു ജനറൽ ആണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. Next, the psychologist who wrote the book Adolescence and described adolescence as a time of storm and stress ആരാണ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റെയിൻലി ഹോൾ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി സ്റ്റെയിൻലി ഹോൾ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, I go for cycling every day. I just love it. I spare some time for it every day from my busy work schedule. ഏതാണ്? ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ആണ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാൻ ഡസ് നോട്ട് ഇൻവോൾവ് ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. പ്ലാൻ ടു പണിഷ് സ്റ്റുഡൻസ് ഹു ഡസ് നോട്ട് ലിസൺ ഇൻ ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരിക്കുലം മീൻസ് എന്താണ്? കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? അത് ഓപ്ഷൻ ബി ആണ്. ദ സ്റ്റാൻഡേർഡ് സീക്വൻസ് ഓഫ് പ്ലാൻഡ് എക്സ്പീരിയൻസസ് ദാറ്റ് സ്റ്റുഡൻസ് പ്രാക്ടീസ് ആൻഡ് അച്ചീവ് പ്രൊഫിഷ്യൻസി ഇൻ കണ്ടന്റ് ആൻഡ് അപ്ലൈഡ് ലേണിംഗ് സ്കിൽസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ്, adolescent thinking is systematic in problem solving. Piaget called this stage of logical thinking ഏതാണ് വരുന്നത്? അത് ഓപ്ഷൻ ബി ആണ്. ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിംഗ് ആണ്. ഏതാണ്? ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിംഗ് ആണ്. നെക്സ്റ്റ്, ദ ഫാക്ടർ വിച്ച് എഫക്ട് ലീസ്റ്റ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ സി ആണ്. പേഴ്സണാലിറ്റി ഓഫ് ദ ടീച്ചർ ആണ്. പേഴ്സണാലിറ്റി ഓഫ് ദ ടീച്ചർ ആണ്.
Next, which of the following are environmental stressors which create unpleasant psychological state in adolescence? ഏതാണ് വരുന്നത്? ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, എങ്കിലും ഡി ആവാനാണ് കുറച്ചുകൂടെ ചാൻസ്. ഓപ്ഷൻ ഡി ആയിരിക്കാം കറക്റ്റ്. നെക്സ്റ്റ്, the ability of a student to apply the acquired knowledge to solve problem in similar or related situation is known as ഏതാണ്? അത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? അത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. നെക്സ്റ്റ്, സീറോ ട്രാൻസ്ഫർ അതർവൈസ് നോൺ ആസ് ഏതാണ്? ഇതൊക്കെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ന്യൂട്രൽ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, സീറോ ട്രാൻസ്ഫറിനെയാണ് ന്യൂട്രൽ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. Next, consider the following statement and select the correct choice. Learning which involves the act of discrimination is called discrimination learning. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതായത് 1ഉം 3ഉമാണ് കറക്റ്റ്. ഓക്കെ, ലേണിംഗ് വിച്ച് ഡിസ്ക്രിമിനേഷൻ ലേണിംഗും അതുപോലെ കോൺസെപ്റ്റ് ലേണിംഗും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. Next, the educational portal of Kerala government Samagra is useful in accessing resources except option D ഏതാണ്? curriculum of DLED ആണ്. ഓക്കെ, DLED ആണ് കറക്റ്റ്. Next, assessment, evaluation and mentoring are equally important in teaching and learning process. The mentoring portal introduced by government of Kerala to facilitate school education ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, സഹിതമാണ്. ഓക്കെ, ഓപ്ഷൻ ബി സഹിതമാണ് കറക്റ്റ്. Next, Abraham Maslow put forth the idea of hierarchy of needs. Some of the human needs he proposed are correct. ഓർഡർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. മാസ്ലോയുടെ ഹൈറാർക്കിയാണ്. ഇതൊക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 2 3 4 5. ഓക്കെ, 1 2 3 4 5 ആ ഒരു ഓർഡറിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ബിഗിൻസ് അറ്റ് ഡാഷ് സ്റ്റേജ് ഏതാണ്? ഓപ്ഷൻ സി എംബ്രിയോണിക് സ്റ്റേജ് ആണ്. ഓപ്ഷൻ സി ആണ്, എംബ്രിയോണിക് ആണ്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് ടു സിറ്റുവേഷൻസ്. സിറ്റുവേഷൻ 1, ആൻ അഡോളസെന്റ് പേഴ്സൺ ഈസ് സിംഗിങ് എ മ്യൂസിക് ഇൻ ഫ്രണ്ട് ഓഫ് ഓഡിയൻസ്. Situation 2, an adolescent person is running in a race with 4 other athletes. Which of the following factors is present in situation 2? But ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, കോമ്പറ്റീഷൻ ആണ്. ഓപ്ഷൻ സി കോമ്പറ്റീഷൻ ആണ്. നെക്സ്റ്റ്, ഫ്രോയിഡ് സജസ്റ്റഡ് ഡിഫറെന്റ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഡ്യൂറിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ദ കറക്റ്റ് ഓർഡർ ഈസ് ഏതാണ് വരുന്നത്? ഓറൽ, അനൽ, ഫാലിക്, ജെനിറ്റൽ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ ഓറൽ, anal, phallic, genital. Next, the psychologist who proposed the law of effect is ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ സി ആണ്, തോണ്ടേക്ക് ആണ്. ലോ ഓഫ് എഫക്റ്റ് കൊണ്ടുവന്നത് തോണ്ടേക്ക് ആണ്. നെക്സ്റ്റ്, ഇൻഡക്റ്റീവ് തോട്ട് ഈസ് ഏതാണ്? ഇൻഡക്റ്റീവ് തോട്ട്. ഇൻഡക്റ്റീവ് തോട്ട് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, തോട്ട് വിച്ച് ഇൻഫേഴ്സ് എ പ്രിൻസിപ്പിൾ ഫ്രം എ സീരീസ് ഓഫ് സ്പെസിഫിക് എക്സാമ്പിൾസ് ഓർ സിറ്റുവേഷൻസ്. കുറേ എക്സാമ്പിൾസിൽ നിന്ന് ഒരു ജനറൽ തത്വത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇൻഡക്റ്റീവ് ടീച്ചിങ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഇൻ പാവ്ലോവ്സ് എക്സ്പെരിമെന്റ് കണ്ടക്റ്റഡ് ഓൺ ഡോഗ് ദ കണ്ടീഷൻഡ് റെസ്പോൺസ് ഈസ് റിലേറ്റഡ് വിത്ത് എന്തുമായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും വന്നിട്ടുള്ളത്? അൺകണ്ടീഷൻഡ് റെസ്പോൺസും കണ്ടീഷൻഡ് റെസ്പോൺസും ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? സലൈവേഷനുമായി ബന്ധപ്പെട്ടാണ്. സലൈവേഷൻ ആണ്. ഓപ്ഷൻ ബി സലൈവേഷൻ ആണ്. നെക്സ്റ്റ്, ടീച്ചിങ് സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ഡ്യൂറിങ് എപ്പോഴാണ്? പ്രീ ആക്റ്റീവ് സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ ടീച്ചിങ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, if a student is not giving answer to the question that you asked during teaching learning process in classroom, the teacher should എന്താണ് ടീച്ചർ ചെയ്യേണ്ടത്? കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൈ ദാറ്റ് സ്റ്റുഡൻറ് വാസ് നോട്ട് ഏബിൾ ടു ഗിവ് കറക്റ്റ് ആൻസർ. കുട്ടിക്ക് എന്തുകൊണ്ടാണ് കറക്റ്റ് ആൻസർ പറയാൻ പറ്റാത്തത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, the gradual weakening of a conditioned response by repeated stimulations without reinforcement is ഗ്രാജുവൽ വീക്കനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, എക്സ്റ്റിങ്ഷൻ ആണ്, വിലോപം. ഓക്കെ. നെക്സ്റ്റ്, personality is a learned response to patterns of reinforcement, or personality can be explained in terms of the effects of external stimuli on behavior. The statement is based on the theory. ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത്
ഓപ്ഷൻ എ ആണ് ബിഹേവിയറിസ്റ്റ് തിയറിയാണ്. ഓക്കെ, ബിഹേവിയറിസ്റ്റ് തിയറിയാണ് വരുന്നത്. നെക്സ്റ്റ് മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ADHD, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം കൊടുത്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ADHD എന്താണ്? എ ക്രോണിക് കണ്ടീഷൻ ഇൻക്ലൂഡിങ് അറ്റൻഷൻ ഡിഫിക്കൽട്ടി, ഹൈപ്പർ ആക്ടിവിറ്റി ആണ്. അതേസമയം ബി ഏതാണ്? സെറിബ്രൽ പാൾസി ഏതാണ് വരുന്നത്? ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ദാറ്റ് അഫക്റ്റ് മൂവ്മെന്റ് ഓഫ് മസിൽസും. ഡൗൺ സിൻഡ്രോമും മൂന്നാമത്തതാണ് വരുന്നത്. നെക്സ്റ്റ് ദ ഫാക്ടർ വിച്ച് ഡു നോട്ട് അഫക്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഏതാണ് വരുന്നത്? ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ടീച്ചർ ആണ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ഹു വാസ് ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോർ ഫ്രെയിമിംഗ് NCF 2005 ഏതാണ്? ഓപ്ഷൻ സി പ്രൊഫസർ യശ്പാൽ കമ്മിറ്റിയാണ്. നെക്സ്റ്റ് സം പെയേഴ്സ് റിഗാർഡിംഗ് എക്സ്പെരിമെന്റ് കണ്ടക്ടഡ് ബൈ സൈക്കോളജിസ്റ്റ് ആർ ഗിവൺ. ദ ഇൻകറക്റ്റ് പെയർ ആണ്. ഏതാണ്? അത് കൊഹ്ലർ ആണ്, പിജിയണിലാണ്. ഓക്കെ, കൊഹ്ലർ പിജിയൺ എന്നുള്ളതിലാണ്. പാവ്ലോവ് ഡോഗിലാണ്, തോണ്ടയ്ക്ക് കാച്ചിലാണ്, സ്കിന്നർ റാറ്റിലാണ്. അപ്പോൾ കൊഹ്ലർ ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റോൾ ഓഫ് ഗുഡ് ടീച്ചർ ഏതാണ്? സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ മേക്കർ ബൈ ഗിവിംഗ് പണിഷ്മെന്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി ടാസ്ക് ഇൻ ഇൻസ്ട്രക്ഷണൽ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ടീച്ചിങ് ഏതാണ് വരുന്നത്? ഒബേ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ഹെഡ് മാസ്റ്റർ. ഓപ്ഷൻ ഡി ആണ്. പ്രീ ഗാങ് ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏത്? ഓപ്ഷൻ എ ശൈശവം, ഓപ്ഷൻ ബി ആദിബാല്യം, ഓപ്ഷൻ സി ബാല്യാന്തം, ഓപ്ഷൻ ഡി കൗമാരം. ഓക്കെ, പ്രീ ഗാങ് ഏജ് വരുന്നത് ആദിബാല്യത്തിലാണ്, അഥവാ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. നെക്സ്റ്റ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചതാര്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. മാർക്ക് ഗാസ്പേർഡ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചതാര്? ഓപ്ഷൻ ബി തോണ്ടേക്ക് ആണ് ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത്. വൈകാരിക അസ്ഥിരതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? എ പീരീഡ് ഓഫ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി. കറക്റ്റ് ഓപ്ഷൻ സി ആണ്, കൗമാരമാണ്. ഓപ്ഷൻ സി കൗമാരം. നെക്സ്റ്റ് മോറോൺസ് എന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണ്. ഓപ്ഷൻ സി ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണ് മോറോൺ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാംഡ് ലേണിംഗ് ആരുടെ സംഭാവനയാണ്, അല്ലെങ്കിൽ ആരുടെ സിദ്ധാന്തത്തെ ആസ്പദമാക്കിയുള്ളതാണ്? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, സ്കിന്നറാണ്. ഓപ്ഷൻ ബി സ്കിന്നറാണ് കറക്റ്റ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടെ സംഭാവനയാണ്? അത് പിയാഷെയാണ്. ചങ്കിങ് എന്ന പദം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. നെക്സ്റ്റ് പ്രൈവറ്റ് സ്പീച്ച് എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ഓപ്ഷൻ സി വൈഗോട്സ്കി ആണ് പ്രൈവറ്റ് സ്പീച്ച്. നെക്സ്റ്റ് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളത് ഏത്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, ആത്മ സാക്ഷാത്കാര ആവശ്യങ്ങളാണ്. ഒരു പെൺകുട്ടി ഞാൻ ശോഭനയെ പോലെ നൃത്തം ചെയ്യുമെന്ന് പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ആരുടെ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ഓപ്ഷൻ ആൽബർട്ട് ബന്ദൂരയാണ്. കറക്റ്റ് ഓപ്ഷൻ എ ആൽബർട്ട് ബന്ദൂരയാണ്. നെക്സ്റ്റ് കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ധാർമ്മികതയെ ഒരു വ്യക്തിക്ക് വിലയിരുത്താൻ കഴിയുന്ന പ്രായം? കറക്റ്റ് ഓപ്ഷൻ എ ആണ്, 13 മുകളിൽ എന്നുള്ളതാണ്. കറക്റ്റ് ഓപ്ഷൻ എ 13 മുകളിൽ എന്നുള്ളതാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഏതിൽ വരുന്നതാണ്? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, യുക്തീകരണമാണ്. ഓക്കെ, ഓപ്ഷൻ ബി യുക്തീകരണമാണ്. നെക്സ്റ്റ് വെർത്തീമർ എന്ന പേര് ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ഓപ്ഷൻ ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം ഗസ്റ്റാൾട്ട് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേരാണ് വെർത്തീമർ എന്ന പേര്. അപ്പോൾ ഇതിൽ ഗസ്റ്റാൾട്ട് സിദ്ധാന്തം എന്ന് കൊടുത്തിട്ടില്ല, മറിച്ച് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കാം ഓപ്ഷൻ. ക്ലാസിൽ പരീക്ഷണം നടത്തുന്നതിനിടയിൽ അധ്യാപിക കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു. ഈ മൂല്യനിർണ്ണയം ഓപ്ഷൻ സി ആണ്, ഫോർമേറ്റീവ് ആണ്. ഓപ്ഷൻ സി ഫോർമേറ്റീവ് ആണ്. നെക്സ്റ്റ് എല്ലാ ജീവജാലങ്ങളും നിലവിലുള്ള സന്തുലിതാവസ്ഥയിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു. ഈ ആശയം നിർദ്ദേശിച്ചത്? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, പിയാഷെയാണ്. കറക്റ്റ് ഓപ്ഷൻ ബി പിയാഷെയാണ്.
നെക്സ്റ്റ്, ഗിൽഫോർഡിൻ്റെ ബുദ്ധി സിദ്ധാന്ത മാതൃകയിൽ മെമ്മറി ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വരുന്നത് കറക്റ്റ് ഓപ്ഷൻ സി ആണ്, പ്രവർത്തനങ്ങൾ എന്നുള്ളതിലാണ്. നെക്സ്റ്റ്, പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്, ഈ ഒരു പദം ആദ്യമായി യൂസ് ചെയ്തത് ഓപ്ഷൻ ബി ആണ്, ആൾപോർട്ടാണ്. ഓപ്ഷൻ ബി ആൾപോർട്ടാണ് കറക്റ്റ്. നെക്സ്റ്റ്, ഒരു വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് എല്ലാ ദിവസവും ഗൃഹപാഠം ചെയ്യുന്നതിന് കാരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബാഹ്യ അഭിപ്രേരണയാണ്. ഓക്കെ, ബാഹ്യ അഭിപ്രേരണയാണ്. നെക്സ്റ്റ്, ബെഡ് എന്നെഴുതുന്നതിന് പകരം ഡെബ് എന്നെഴുതുന്ന കുട്ടിയിലെ പഠന വൈകല്യം ഏതാണ്? എഴുത്തിലുള്ള വൈകല്യം ഏതാണ്? ഡിസ്ഗ്രാഫിയ ആണ്. ഓക്കെ, ഏതാണ്? ഡിസ്ഗ്രാഫിയ ആണ്. പിയാഷെയുടെ അഭിപ്രായത്തിൽ ബുദ്ധി വളർച്ചയുടെ ഘട്ടങ്ങളിൽ കുട്ടികൾ പ്രതീകാത്മക കളികളിൽ ഏർപ്പെടുന്ന ഘട്ടം ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് ആണ്. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് ആണ്. നെക്സ്റ്റ്, ബുദ്ധിമാപനത്തിനുള്ള കൾച്ചർ ഫെയർ ടെസ്റ്റ് നിർമ്മിച്ചത് ആരാണ്? കറക്റ്റ് ഓപ്ഷൻ ആണ്, കൾച്ചർ ഫെയർ ടെസ്റ്റ് ഫോർ ഇൻ്റലിജൻസ് കൊണ്ടുവന്നത്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? കറക്റ്റ് ഓപ്ഷൻ എ ആണ്, ഹൊവാർഡ് ഗാർഡ്നർ ആണ്. ഓപ്ഷൻ എ ഹൊവാർഡ് ഗാർഡ്നർ ആണ്. ZPD എന്നാൽ എന്താണ്? ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആണ്. ഓപ്ഷൻ സി ആണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആണ്. നെക്സ്റ്റ്, എറിക്സന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിൽ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രായം ഏതാണ്? അഡോളസൻസ് ആണ്, 12 മുതൽ 18 വരെയാണ്. നെക്സ്റ്റ്, MKO എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? അത് വൈഗോട്സ്കി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി വൈഗോട്സ്കി ആണ്. നെക്സ്റ്റ്, പ്രഭാതത്തിൽ കണ്ട വെള്ള റോസാപ്പൂവിൻ്റെ ചിത്രം പെൺകുട്ടിയുടെ മനസ്സിലുണ്ട്, ഇതിന് കാരണം എന്താണ്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി പെർസെപ്ഷൻ ആണ്. ഓപ്ഷൻ ഡി പെർസെപ്ഷൻ ആണ് കറക്റ്റ്. ബ്രിഡ്ജസ് ചാർട്ട് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആണ്, വൈകാരിക വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ